ഏതെങ്കിലും വിധത്തിലുള്ള ബലഹീനമായ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, രോഗത്തെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, തലമുറകളെ ഓർത്തുള്ള ഭാരങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും നിരാശകളായിരിക്കാം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരവസ്ഥ, നിരാശയുടെ ചങ്ങലകൾ വരിഞ്ഞു മുറുകിയ ഒരവസ്ഥ. നിങ്ങൾ നിരാശപ്പെടുവാൻ വരട്ടെ. നാം എപ്പോൾ തളരുന്നുവോ അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ പൂർണ്ണമായി വെളിപ്പെടുന്നു. നമ്മുടെ കുറവുകളെ നോക്കി പരിഹസിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ താങ്ങി നിർത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ തനിക്ക് ജഡത്തിൽ നൽകപ്പെട്ട ശൂലം നീങ്ങിപ്പോകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ച പൗലോസിനോട് ദൈവം പറയുന്ന മറുപടി ഇപ്രകാരമാണ്: നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ നീ ബലഹീനനായിരിക്കുമ്പോഴാണ് എൻ്റെ ശക്തി തികവുറ്റതായി തീരുന്നത്. ഇതായിരുന്നു പൗലോസിന് ലഭിച്ച മറുപടി. വീണ്ടും പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശക്തി എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചറിയുന്നതിന് കാരണമാക്കുന്ന എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ സന്തോഷത്തോടെ പ്രശംസിക്കും. പൗലോസ് ആവശ്യപ്പെട്ടത് ദൈവം നൽകിയില്ല, എന്നാൽ ചോദിച്ചതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായത് ദൈവം നൽകി. ഒരു വിശദീകരണവും മഹത്തായ ഒരു വാഗ്ദത്തവും. സഹിപ്പാനുള്ള ശക്തി നൽകാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒന്നും നൽകില്ല. അതിപ്പോൾ എന്ത് വിഷയമായാലും എന്ത് പ്രശ്നമായാലും ശരി. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൽ ബലഹീനപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിന് മേൽ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ കൃപ ആ വിഷയത്തിൽ ബലപ്പെടുവാനും ആ വിഷയത്തെ അതിജീവിക്കുവാനും നിങ്ങളെ ശക്തീകരിക്കും. എല്ലാ തലമുറയിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ജനത്തിന് മതിയായത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ആയതിനാൽ ദൈവപൈതലെ നിരാശപ്പെടേണ്ട, കർത്താവിൽ ആശ്രയിക്കാം. അവിടുത്തെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നിങ്ങളെ ജയാളിയാക്കും.